ഗുരു ഓം. നടരാജഗുരുവിൻ്റെ സ്വാത്മപ്രകാശനമായ ഓട്ടോബയോഗ്രഫി ഓഫ് എൻ എബ്സല്യൂട്ടിസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാളം മൊഴിമാറ്റം. അധ്യായം 8, ടീച്ചേഴ്സ് കോളേജിൽ, ഭാഗം 2. ഒരു ഉപാധ്യായൻ രൂപം കൊള്ളുന്നു എന്ന ഉപപാഠം. ടീച്ചേഴ്സ് കോളേജിനുള്ളിലെ ജീവിതം ശോഭനമോ രസകരമോ ആയിരുന്നില്ല. അവിടുത്തെ ഒരു കൊല്ലത്തെ ബിരുദാനന്തര പഠനം സർവകലാശാലയിൽ നിന്നും അധ്യാപനത്തിനുള്ള ലൈസൻസ് ഷീറ്റ് ലഭിക്കുന്നതിനും അതേസമയം ഹൈസ്കൂളിലും കോളേജുകളിലും അധ്യാപകനായിരിക്കുന്നതിന് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അനുമതി സമ്പാദിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു ചടങ്ങായിരുന്നു. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിനുള്ള പരിശീലനം എല്ലാവർക്കും ഒരുപോലെ നിർബന്ധിതമാണ്. എന്നാൽ മറ്റ് വിഷയങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ പ്രത്യേകം ഗ്രൂപ്പുകളായി തിരിച്ചു. സയൻസ് എന്നും ലെറ്റേഴ്സ് എന്നും. സയൻസിൽ തന്നെ ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്, ഫിസിക്സ് ആൻഡ് നാച്ചുറൽ സയൻസ് എന്നീ അവാന്തര വിഭാഗങ്ങളും ഉണ്ടായിരുന്നു. എനിക്ക് നേരത്തെ ലഭിച്ചിരുന്ന വിദ്യാഭ്യാസ യോഗ്യതകൾ കൊണ്ട് ഞാൻ സ്വാഭാവികമായും അവസാനം പറഞ്ഞ വിഭാഗത്തിലാണ് പെട്ടത്. അങ്ങനെ ആ വിഭാഗത്തിലെ പരീക്ഷണശാലയിൽ ഞാൻ ദിവസങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരുന്നു. ഞങ്ങൾക്ക് നിരീക്ഷണ പഠനങ്ങൾ നടത്തണം. ക്ലാസ് മുറിയിൽ കൈകാര്യം ചെയ്ത വിഷയങ്ങളെപ്പറ്റിയും കൈകാര്യം ചെയ്ത രീതിയെപ്പറ്റിയും എഴുതി നോട്ട് ബുക്കുകൾ നിറയ്ക്കണം. ഇതിലെല്ലാം ഉപരി ഹെർബാർട്ടിൻ്റെ രീതിയിലെ 5 സോപാനങ്ങളെപ്പറ്റിയും പഠിക്കണം. എന്നാൽ അഭിബോധ സമൂഹത്തോട് പുതിയ അറിവുകളെ ചേർത്ത് അറിവിൻ്റെ മണ്ഡലത്തെ വ്യാപിപ്പിക്കുന്ന ഹ്യൂറിസ്റ്റിക് രീതി അഥവാ ചോദ്യങ്ങൾ ചോദിച്ച് കുട്ടികളെ കൊണ്ട് തന്നെ ഉത്തരം കണ്ടുപിടിപ്പിക്കുന്ന സമ്പ്രദായം ആണ് അംഗീകരിക്കപ്പെട്ടിരുന്നത്. റൂസോയുടെ പേര് വളരെ വിരളമായേ കേട്ടിരുന്നുള്ളൂ. അഥവാ കേട്ടിരുന്നാൽ തന്നെ ഒരു ചിത്തോന്മാദ രോഗിയെന്നും പ്രായോഗികവും ഗൗരവപൂർവവും വിലയുള്ളതുമായ എന്തിനെങ്കിലും വേണ്ടി നിലകൊള്ളാതെ സദാ കണ്ണുനീർ വാർക്കുന്ന ഒരു വികാര ജീവിയെന്നും പറഞ്ഞ് അദ്ദേഹത്തെ പുറന്തള്ളാൻ വേണ്ടി മാത്രമായിരുന്നു. മോണ്ടിസോറിയെപ്പറ്റി അതിർകടന്ന മതിപ്പാണുണ്ടായിരുന്നത്. ഇന്ദ്രിയ പരിശീലനം എന്ന പേരിൽ അവർ കുട്ടികളിൽ പ്രയോഗിച്ച പരീക്ഷണ സമ്പ്രദായമാണ് അതിന് കാരണം. എന്നാൽ അത് ഗൗരവാവഹമായ ഒരു വിദ്യാഭ്യാസ തത്വശാസ്ത്രത്തിന് നിരക്കുന്നതല്ല എന്നുള്ളതാണ് നേര്. പ്രാഥമിക ക്ലാസ്സുകളിൽ പ്രയോഗിക്കാനുള്ള ചരക്കേ അതിലുള്ളൂ. പെസ്റ്റലോസി എന്നത് സാധാരണ കേൾക്കാറുള്ള മറ്റൊരു പേരാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ തത്വങ്ങളെയൊന്നും പ്രായോഗിക തലത്തിൽ പ്രവേശിപ്പിച്ചിരുന്നില്ല. ഹെർബാർട്ടിൻ്റെ പദ്ധതി മാത്രമാണ് വാസ്തവത്തിൽ പ്രയോഗിച്ചിരുന്നത്. സർക്കാർ ശമ്പളം വാങ്ങുന്ന പ്രൊഫസർമാരും ലെക്ചർമാരും പഠിപ്പിച്ചിരുന്ന പാഠങ്ങൾ ഏറിയ കൂറും തലമുറകൾക്ക് മുൻപുള്ള ഏതോ സർക്കാർ ഉദ്യോഗസ്ഥൻ എഴുതി കൂട്ടിയിരുന്ന നോട്ടുകളുടെ ചർവിത ചർവണം മാത്രമായിരുന്നു. പൂത്ത് പൊടിയണിഞ്ഞ ഈ നോട്ട് പുസ്തകങ്ങളുടെ ഉരുവിടലിനിടയിൽ വിദ്യാഭ്യാസ വിഷയകമായ നവീനാശയങ്ങൾക്ക് തത്വത്തിലോ പ്രയോഗത്തിലോ കടന്നു ചെല്ലാൻ യാതൊരു സാധ്യതയുമില്ല. പ്രൊജക്ട് മെത്തേഡ്, ഡാൾട്ടൺ പ്ലാൻ എന്നെല്ലാം പാഠപുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് കാണാം. പക്ഷേ എൻ്റെ കാലത്തുള്ള ചില സ്കൂൾ ഇൻസ്പെക്ടർമാർ തന്നെ ഇത്തരം മോടി പിടിച്ച ആശയങ്ങൾ വെറും സങ്കല്പ സൃഷ്ടികളാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ നോക്കിയാൽ വർഷം തോറും സെയ്താപേട്ട് ടീച്ചേഴ്സ് കോളേജിൻ്റെ പടികടന്ന് പുറത്തു വരാറുള്ള അധ്യാപകരെല്ലാം വിരസമായ ജീവിതം അനാകർഷകമായ ഒരു തൊഴിൽ കൊണ്ട് തള്ളി നീക്കാൻ പണിപ്പെടുന്ന വെറും പഴഞ്ചൻ മാതൃകകളായിരുന്നുവെന്ന് കാണാം. അവർ സർക്കാർ ഓഫീസുകളിലെ ചുവപ്പ് നാട സമ്പ്രദായത്തിൻ്റെയും അനർഹ നിമിഷങ്ങളിൽ മാത്രം വളരെ അവ്യക്തമായിട്ടെങ്കിലും പൊന്തി വരാനിടയായേക്കാവുന്ന സർഗപ്രതിഭയുടെയും നടുവിൽപ്പെട്ട് നട്ടം തിരിയുന്ന നിസ്സഹായരാണ്. വിദ്യാഭ്യാസം തത്വത്തിലും പ്രയോഗത്തിലും എന്ന ഉപപാഠം. അധ്യാപക വിദ്യാർത്ഥികളായ ഞങ്ങളുടെ ബാച്ചിൽ അധികം പ്രായമായൊരു മാന്യൻ ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പിൽ ഓഫീസ് ക്ലർക്കായി കുറേ ഏറെക്കാലം അദ്ദേഹം പണിയെടുത്തിരുന്നു. ഇദ്ദേഹം ഒരു വിമർശന പാഠം പഠിപ്പിക്കുമ്പോൾ അന്നത്തെ പ്രിൻസിപ്പലായിരുന്ന മിസ്റ്റർ R.G. ഗ്രീഫ് അധ്യക്ഷത വഹിക്കുകയായിരുന്നു.
ക്ലാസ് എടുത്തത് ഒന്നാന്തരമായെന്നാണ് എൻ്റെ ഓർമ്മ. പാഠപുസ്തകങ്ങളിൽ പറയുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം ക്ലാസ് എടുത്തത്. പദങ്ങളെ തിരിക്കുന്നത് എങ്ങനെ നന്നായി പഠിപ്പിക്കാം എന്നതായിരുന്നു വിഷയം. ഇന്ത്യൻ സർവീസിലുണ്ടായിരുന്ന ഒരു വിദ്യാഭ്യാസ വിദഗ്ധൻ കണ്ടെത്തി വികസിപ്പിച്ചെടുത്ത ഒരു രീതിയാണ് അദ്ദേഹം കൈക്കൊണ്ടത്. അതിൽ നാമത്തെ വിവരിച്ചിരിക്കുന്നത് ഒരു വീട്ടിൽ ഒരാൾ ഗൃഹനാഥനായിരിക്കുന്നത് എങ്ങനെയോ അതുപോലെയാണെന്നാണ്. ഗൃഹനാഥൻ പുറത്തു പോയാൽ അയാൾക്ക് പകരം മറ്റൊരാളുണ്ടാവും അവിടെ. അതാണ് സർവനാമം. ഇങ്ങനെ വ്യക്തിത്വം ആരോപിച്ചിട്ടുള്ള ഉപമകൾ കൊണ്ട് വികസിപ്പിച്ചെടുത്ത അക്കഥയിൽ നാമവിശേഷണവും ക്രിയാവിശേഷണവും എല്ലാം വളരെ പ്രഗത്ഭമായി കൈകാര്യം ചെയ്തു കാട്ടി. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഷേക്സ്പിയറിൻ്റെ കാലത്തും അതിനുശേഷവും ഉണ്ടായിട്ടുള്ള ദാർശനിക കവിതകൾ പോലെ ഇത്തരം പ്രഗത്ഭത ഉത്തമനായ അധ്യാപകന് രൂപം നൽകുന്നതിന് പര്യാപ്തമാം വിധം യോഗ്യതയുള്ളതായിരുന്നു. അധ്യക്ഷത വഹിച്ച പ്രിൻസിപ്പൽ യഥാർത്ഥത്തിൽ ഈ മാതൃകാ പാഠത്തെ വളരെ പ്രശംസിച്ചു എന്ന് തന്നെയല്ല, പ്രായാധിക്യമുള്ള ഈ അധ്യാപക വിദ്യാർത്ഥി ഒട്ടേറെ കാലം ഒരു ഹെഡ് ക്ലാർക്കായിരുന്നുവെന്നും ക്ലാർക്ക് പണിയിൽ നിന്നും അധ്യാപക വൃത്തിയിലേക്ക് മാറ്റം കിട്ടുവാൻ അപേക്ഷിച്ചിട്ട് അപേക്ഷ സ്വീകരിക്കപ്പെടുവാൻ വേണ്ടി വളരെ കാലം കാത്തിരിക്കേണ്ടി വന്നുവെന്നും അറിയിക്കുകയുണ്ടായി. വിദ്യാഭ്യാസത്തെ സർക്കാരിൻ്റെ പതിവ് നടപടിക്രമങ്ങളിൽ ഒന്നെന്ന നിലയിൽ പരിഗണിക്കുന്നതുകൊണ്ട് അതിൽ സർഗാത്മകമായ പുതിയ ചിന്തകൾക്കോ മേധയ്ക്കോ സ്വാധീനം ചെലുത്തുവാൻ സാധിക്കാതെയായി പോകുന്നതിൻ്റെ ഒരു ഉത്തമോദാഹരണമാണ് ഈ സംഭവം. വേറൊരു സന്ദർഭത്തിൽ ഹ്യൂറിസ്റ്റിക് രീതി പ്രയോഗിക്കുകയായിരുന്നു. 4ാം ഫോറത്തിൽ വാണിജ്യവാദങ്ങളെപ്പറ്റിയാണ് പഠിപ്പിക്കേണ്ടത്. വിഷയത്തിലേക്കുള്ള പ്രവേശിക എന്ന തരത്തിൽ അധ്യാപകൻ ചോദിച്ചു, ക്ലാസ് മുറിയുടെ മധ്യത്ത് ഒരു തീപിടുത്തമുണ്ടായാൽ നിങ്ങൾ എന്തു ചെയ്യും? ബുദ്ധിസാമർഥ്യമുള്ളവനെന്ന് സമ്മതിക്കപ്പെട്ടിട്ടുള്ള തടിച്ച കണ്ണട വെച്ച ഒരു കുട്ടിയോട് ഉത്തരം പറയാൻ പറഞ്ഞു. സർ, ഞങ്ങളെല്ലാം ക്ലാസ്സിൽ നിന്നും ഓടിക്കളയും. വിഷയത്തിൽ നിന്നും തെറ്റിമാറിപ്പോകുന്ന ആ സന്ദർഭത്തെ വിഷയത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടി അധ്യാപകന് മറ്റ് പല ചോദ്യങ്ങളും ചോദിക്കേണ്ടി വന്നു. പല ഒഴിവ് കഴിവുകൾ പറയേണ്ടി വന്നു. 4ാം ഫോറം വിദ്യാർത്ഥികളിൽ ചിലർ അധ്യാപക വിദ്യാർത്ഥികളുടെ പാഠപദ്ധതിയിലുള്ളത് എന്തെല്ലാമാണെന്നും അവർ ചോദിച്ചു വരുത്തുവാൻ ഉദ്ദേശിക്കുന്ന ഉത്തരം എന്താണെന്നും വരെ അറിയാവുന്ന മിടുക്കന്മാരായിരിക്കും. അവരുടെ ക്ലാസ് നിലവാരത്തിൽ അറിഞ്ഞിരിക്കേണ്ടതെല്ലാം അറിഞ്ഞിരിക്കുമെന്ന് മാത്രമല്ല, വിദ്യാഭ്യാസത്തിലെ തത്വവും പ്രയോഗ രീതിയും അനുസരിച്ച് പോസ്റ്റ് ഗ്രാജുവേറ്റ് അധ്യാപകർ എന്തെല്ലാം ഉത്തരങ്ങളാണ് അവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്നുപോലും മനസ്സിലാക്കിയിരിക്കും. ഇളം തലമുറയിലെ മനുഷ്യരിൽ ചിലപ്പോൾ കാണുന്ന ഇത്തരം ബുദ്ധിശക്തി അത്ഭുതാവഹം തന്നെയാണ്. വിദ്യാഭ്യാസ വിഷയകമായ തത്വങ്ങളെയും പ്രായോഗികതയെയും പറ്റിയുള്ള പാഠങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത് ലണ്ടനിലെ ചില അധ്യാപകരുടെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങളായിരുന്നു എന്നതാണ് ഇത്തരം പ്രതിസന്ധികൾക്ക് കാരണം. സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു ഭാഗമെന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ലണ്ടൻ കൗണ്ടി കൗൺസിലിനോ അതുപോലെയുള്ള മറ്റേതെങ്കിലും സ്ഥാപനങ്ങൾക്കോ വേണ്ടി അവർ എഴുതിക്കൂട്ടിയ പാഠ്യപുസ്തകങ്ങളാണവ. ഈ വക സ്ഥാപനങ്ങളൊക്കെ വിദ്യാഭ്യാസ കമ്മീഷനുകളുടെ ശുപാർശ കൊണ്ടോ ചുവപ്പ് നാട സമ്പ്രദായത്തിൻ്റെ സങ്കീർണത കൊണ്ടോ കാര്യങ്ങൾ തിരിച്ചുവിടുന്ന വെറും യന്ത്രങ്ങൾ മാത്രമാണ്. പാഠ്യപുസ്തക കമ്മിറ്റികൾക്കും സർവകലാശാല അധികൃതർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അതേസമയം ഭരണാധിപത്യം കൈവശമാക്കുന്നവരുടെ മാറ്റം കൊണ്ടുണ്ടാകുന്ന രാഷ്ട്രീയ കാരണങ്ങളാലും പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥ വിദ്യാഭ്യാസം ഒരു സജീവ പ്രക്രിയയാണ്. അത് ഇപ്രകാരമൊരു അന്തരീക്ഷത്തിൽ വൃദ്ധി പ്രാപിക്കുകയില്ല. പൗരത്വത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസത്തിനും മനുഷ്യനാകുന്നതിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസത്തിനും തമ്മിലുള്ള സൂക്ഷ്മമായ വൈരുദ്ധ്യം വിദ്യാഭ്യാസത്തിൻ്റെ ഹൃദയസ്ഥാനത്ത് തന്നെ ഇരിക്കുന്നതിന് വിദൂരമായ പരിഗണന പോലും നൽകാതെയാണ് അധികൃതർ വിദ്യാഭ്യാസ നയങ്ങൾക്ക് രൂപം നൽകുന്നതും വിദ്യാഭ്യാസ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതും.
രണ്ടാം ഭാഗം പൂർണ്ണമാകുന്നു. ഗുരു ഓം തത്സത്.